ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫിൽട്രേഷനിൽ വരുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് ഫിൽട്രേഷൻ എന്താണെന്നും ഫിൽട്രേഷൻ്റെ തിയറീസും അതുപോലെ തന്നെ മെക്കാനിസംസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടിയിട്ടൊന്ന് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫിൽട്ടർ ലീഫ് എന്ന് പറയുന്ന ഒരു ഫിൽട്രേഷൻ എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫിൽട്ടർ ലീഫ് എന്ന് നോക്കാം. ദി ഫിൽട്ടർ ലീഫിൻ്റെ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് of a longitudinal drainage screen covered with a filter cloth. It follows the principle of surface filtration. The vacuum or pressure can be used to increases the rate of filtration. അതായത് ഇതിലെന്ന് പറയുന്നത് എന്താണ്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സ്ക്രീൻ ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ട് ഫിൽട്ടർ ക്ലോത്ത് പ്രസൻ്റ് ആണ്. പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് സർഫസ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. സർഫസ് ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫിൽട്ടർ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു സീവായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എന്താണ്, അവിടെ തന്നെ സർഫസിലാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഫിൽട്ടർ ക്ലോത്തിൽ തന്നെ എന്താണ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്ത് കേക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മളിവിടെ സർഫസ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മീൻ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ഇവിടെ ഫിൽട്രേഷൻ്റെ റേറ്റ് കൂട്ടാനായിട്ട് നമുക്ക് വാക്വമോ അല്ല എങ്കിൽ പ്രഷറോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മേജറായിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഫിൽട്ടർ ലീഫ് ബിഫോർ ഫിൽട്രേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫിൽട്രേഷന് മുന്നേ എങ്ങനെയാണോ നമ്മുടെ ഫിൽട്ടർ ലീഫ് കാണുന്നുണ്ടാവുക അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിൽട്രേഷന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഫിൽട്ടർ ലീഫ് ഇരിക്കുന്നുണ്ടാവുക എന്നതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഫിഗർ. ഇനി ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നാരോ ഫ്രെയിം വിച്ച് ഈസ് സറൗണ്ട്സ് എ ഡ്രെയിനേജ് സ്ക്രീൻ ഓർ ഗ്രൂവഡ് പ്ലേറ്റ്സ്. അപ്പോൾ എന്താണ്, ഇതിലൊരു നേരോ ആയിട്ടുള്ള ഫ്രെയിം കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഫ്രെയിമിനെ സറൗണ്ട് ചെയ്തിട്ട് ഡ്രെയിനേജ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഗ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് കാണാം. ആൻഡ് ദി ഹോൾ യൂണിറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ ഫിൽട്ടർ ക്ലോത്ത്. ഇത് ഈ ഒരു എന്താണ് ഫിൽട്ടർ നാരോ ഫ്രെയിമും അതുപോലെ തന്നെ ഡ്രെയിനേജ് സ്ക്രീനും ഇതിനെ രണ്ടിനെയും എൻക്ലോസ് ചെയ്തിട്ട് എന്ത് കാണാനായിട്ട് സാധിക്കും, ഒരു ഫിൽട്ടർ ക്ലോത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഫിൽട്ടർ ക്ലോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുറമേ ആയിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ദി ഫിൽട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു ദി ഇൻറ്റീരിയർ ഓഫ് ദി ഫ്രെയിം ത്രൂ സക്ഷൻ. അപ്പോൾ ഫിൽട്രേറ്റിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയറുമായിട്ട് ഫ്രെയിമിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, സക്ഷൻ വഴിയിട്ടാണ് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. കണ്ടോ, ഈ ഒരു പോർഷനാണ് നമ്മൾ ഫ്രെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഈ നടുക്ക് കാണപ്പെടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഡ്രെയിനേജ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും എൻക്ലോസ് ചെയ്തിട്ട് ഇതിനെ ഫുള്ള് സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഫിൽട്ടർ ക്ലോത്ത് പ്രസൻ്റ് ആണ്. അപ്പോൾ ഔട്ടറായിട്ട് ഫിൽട്ടർ ക്ലോത്ത് പ്രസൻ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നാണ്. ദി ഫിൽട്ടർ ലീഫ് ഈസ് ഇമേഴ്സഡ് ഇൻ ദി വെസൽ കണ്ടെയ്നിങ് ദി സ്ലറി. ദി വാക്വം ഈസ് അപ്ലൈഡ്. ദി പ്രഷർ ഇൻസൈഡ് it is reduced. Due to this pressure difference, the liquid which moves inside the filter leaves through the filter cloth. The filtrate is collected through the cake and the cake is collected outside the filter cloth. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. അതായത് നമ്മൾ ഒരു വെസലിലേക്ക് നമ്മൾ സ്ലറി എടുത്ത് വയ്ക്കുകയാണ്. നമുക്ക് ഏതാണോ ഫിൽട്ടർ ചെയ്യേണ്ടത് ആ ഒരു സ്ലറി നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. ദെൻ അതിലേക്ക് നമ്മൾ ഈ ഒരു ഫിൽട്ടർ ലീഫ് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്, അവിടെ ഒരു വാക്വം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, വാക്വം അല്ല എങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫിൽട്രേഷൻ്റെ റേറ്റ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ വാക്വം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വാക്വം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഫിൽട്ടർ ലീഫിനകത്തുള്ള പ്രഷർ കുറയുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ അകത്തുള്ള പ്രഷർ കുറയുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തും അതുപോലെ തന്നെ അകത്തും രണ്ടിടത്തും ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ഫിൽട്ടർ ലീഫിൻ്റെ അകത്തേക്ക് ലിക്വിഡ് എന്ന് പറയുന്നത് പാസ് ചെയ്ത് വരെയാണ്. അതേസമയം അവിടെ ഉള്ള സോളിഡ് പാർട്ടിക്കിൾസ് കേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പുറമേ ഉള്ള സർഫസിൽ ഫിൽട്ടർ ക്ലോത്തിൻ്റെ ഔട്ട്സൈഡിലായിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ദി എയർ ഈസ് പാസ്ഡ് ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ ടു റിമൂവ് ദി കേക്ക്. അപ്പോൾ കേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടർ സർഫസിലായിട്ട് പ്രസൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഈ പാസ് ചെയ്യുന്ന എയറിന് എന്താണ്, നമുക്ക് ഔട്ട്സൈഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് അതായത് ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേക്കിന്. ഇനി അടുത്ത് പറയുന്നത് ഇതിൻ്റെ യൂസാണ്. യൂസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതെന്ന് പറയുന്നത് സ്ലറി ഓഫ് ലോ സോളിഡ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണ്. അതായത് 5% സോളിഡ് കണ്ടൻറ്റുള്ള സ്ലറി, അതായത് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സസ്പെൻഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു സിമ്പിളായിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്, മാത്രമല്ല ബാച്ച് പ്രോസസ്സാണ്, പിന്നെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്, ലേബർ കോസ്റ്റ് നമുക്ക് ഒരുപാടൊന്നും ആവശ്യം വരുന്നില്ല, പിന്നെ എഫിക്കസി ഓഫ് വാഷിംഗ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡീമെറിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് എന്താണ്, 5% സോളിഡ് കണ്ടൻറ്റിനെക്കാളും കൂടുതലുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ലറീനെ നമുക്ക് ഇത് വഴിയിട്ട്, അതായത് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ബാച്ച് പ്രോസസ്സ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.